ഗൾഫ് മേഖല വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. ജോർദാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതാണ്. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വലിയ വെടിമരുന്നിന്റെ മുകളിലാണ്. ഏതു നിമിഷവും അതൊരു വൻ സ്ഫോടനമായി മാറാം. ജോർദാനിലെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള അഖബയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും തുറമുഖവും അടിയന്തരമായി ഒഴിപ്പിച്ചതായി അമേരിക്കൻ എംബസി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വളരെ വ്യക്തവും വിശ്വസനീയവുമായിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തങ്ങളുടെ പൗരന്മാരോട് ഈ പ്രദേശങ്ങളിലേക്കും ജോർദാനിലെ സൈനിക താവളങ്ങളിലേക്കും യാത്ര ചെയ്യരുതെന്ന് അമേരിക്ക കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഖബയിൽ എല്ലാം സാധാരണ നിലയിലാണെന്നും ഒഴിപ്പിക്കൽ നടന്നിട്ടില്ലെന്നും ജോർദാൻ അധികൃതർ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഈ അടിയന്തര മുന്നറിയിപ്പ് വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിലേക്കാണ്. ഈ ഭീഷണിയുടെയും യുദ്ധസമാനമായിട്ടുള്ള ഈ സാഹചര്യത്തിന്റെയും യഥാർത്ഥ കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണമാണ്. ഇറാന്റെ പിന്തുണയോടെ നടന്ന ആ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരു സൈനികനെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ സംഘർഷങ്ങൾ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഇതോടെയാണ് മേഖലയിലെ കളി നിയമങ്ങൾ ഒന്നാകെ മാറിയത്. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ജോർദാനിൽ ഇപ്പോൾ കാണുന്ന ഈ അടിയന്തര മുന്നറിയിപ്പുകൾ ഭയപ്പാടിന്റെയോ പിന്മാറ്റത്തിന്റെയോ ലക്ഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിനുള്ള മുൻകരുതലാണ് ഈ ഒഴിപ്പിക്കൽ എന്ന് വേണം കരുതാൻ. ഇതിനോടകം തന്നെ കൂടുതൽ യുദ്ധവിമാനങ്ങളും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന കൂറ്റൻ വിമാനങ്ങളും ഒക്കെ മറ്റ് സൈനിക സന്നാഹങ്ങളും ഒക്കെ തന്നെ അമേരിക്ക ഈ മേഖലയിലേക്ക് വിന്യസിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിന് തന്നെയാണ് അമേരിക്ക കോപ്പ് കൂട്ടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ചെങ്കടൽ തീരത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായിട്ടുള്ള അഖബയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും ആഗോള വാണിജ്യ പാതകളെയും ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ അമേരിക്കൻ സൈനികരുടെ മരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ അതിന്റെ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇരുവിഭാഗവും തങ്ങളുടെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കുമ്പോൾ ഒരു ചെറിയ തീപ്പൊരി മതി ഈ മേഖലയെ ഒന്നാകെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ. വരും ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിനും ലോക സമാധാനത്തിനും നിർണായകമാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്